ഇപ്പോൾ ലഭിക്കുന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് ഇസ്രായേൽ ഇറാൻ്റെ യുറേനിയൻ സൈറ്റായിട്ടുള്ള നട്ടാൻസ് സമ്പൂർണ്ണമായി നശിപ്പിച്ചിരിക്കുന്നു വ്യോമാക്രമണത്തിൽ എന്നുള്ളതാണ്. നട്ടാൻസ് യുറേനിയം സൈറ്റ് സമ്പൂർണ്ണമായി നശിച്ചതോടുകൂടി ഇറാൻ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. IAEA's റഫേൽ ഗ്രോസി കൺഫേംസ് റേഡിയോളജിക്കൽ കണ്ടാമിനേഷൻസ് ഓൺ ദ സൈറ്റ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അവിടെ നിന്നും റേഡിയോളജിക്കൽ കണ്ടാമിനേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇത് നിയന്ത്രിക്കാനായി ഇതുവരെ സാധിച്ചിട്ടില്ല. ആ ഭാഗത്തു നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കുകയാണ് എന്ന റിപ്പോർട്ടും നമുക്കിപ്പോൾ പ്രധാനമായും ലഭിക്കുന്നുണ്ട്. ഇറാൻ ലോഞ്ചസ് റിറ്റാലിയേറ്ററി സ്ട്രൈക്സ്. ഡൊണാൾഡ് ട്രംപ് വാണ്ട്സ് ഇറാൻ ഓഫ് ഈവൻ മോർ ബ്രൂട്ടൽ ഇസ്രായേലി അറ്റാക്സ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ആണവ ചോർച്ച ഉണ്ടായ സാഹചര്യത്തിലും ഈ റേഡിയോളജിക്കലായിട്ടുള്ള കണ്ടാമിനേഷൻ അവിടെ ഉണ്ടായ സാഹചര്യത്തിലും ഇറാൻ ഇതിപ്പോൾ ഒരു അഭിമാന പ്രശ്നം കൂടിയായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മണിക്കൂറുകളിലും ഇറാൻ വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിലേക്ക് അഴിച്ചുവിടാനുള്ള വലിയ സാധ്യതയാണ് മുന്നിലേക്കുള്ളത്. ഇതേ തുടർന്നാണ് അമേരിക്ക പടക്കപ്പലുകൾ ഇങ്ങോട്ടേക്ക് ഇറാൻ്റെ തീരത്തേക്ക് അയച്ചിരിക്കുന്നതും വലിയ രീതിയിലുള്ള ജാഗ്രത പുലർത്തുന്നതും. പ്രധാനമായും ഇറാൻ ആക്രമിക്കാൻ സാധ്യത തങ്ങളുടെ വ്യോമത്താവളങ്ങളാണ് എന്ന് അമേരിക്കയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിലടക്കം കുവൈറ്റിലടക്കം അമേരിക്കയുടെ വ്യോമത്താവളങ്ങളുണ്ട്. ആ വ്യോമത്താവളങ്ങൾക്ക് എത്രയും വേഗം സുരക്ഷ കൂട്ടണം എന്ന് കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്ക പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് സൗദി കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളും ഇപ്പോൾ കനത്ത ജാഗ്രതയിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ട്രംപ് ഇറാനോട് ന്യൂക്ലിയർ പ്രോഗ്രാമിൽ ഇപ്പോഴെങ്കിലും നിങ്ങളൊരു ഡീലിന് തയ്യാറുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉയർത്തിയപ്പോൾ യാതൊരുവിധ ചർച്ചയ്ക്കും തയ്യാറല്ല. ഒമാനിൽ വച്ചാണ് ചർച്ച നടത്താനുള്ളത്. തങ്ങൾ അതിന് തയ്യാറല്ല, തങ്ങളെ ഇനി അതിന് കിട്ടില്ല എന്നാണ് ഇപ്പോൾ കൃത്യവും വ്യക്തവുമായി ഇറാൻ അമേരിക്കയ്ക്ക് മുമ്പിൽ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.